യേശുവിൽ പ്രിയപ്പെട്ടവരെ, കാലത്തിനനുസരിച്ചുള്ള നവീകരണം ജീവിതത്തിൽ നമ്മൾ ചെയ്യാറുണ്ട്. ഉപയോഗ വസ്തുക്കളും വസ്ത്രവും പഴകുമ്പോൾ നമ്മൾ പുതിയത് മേടിക്കുന്നു. വീടും പരിസരവും ഒക്കെ ഇടയ്ക്കൊക്കെ നമ്മൾ വൃത്തിയാക്കുകയും പെയിൻ്റ് അടിച്ച് ഭംഗിയാക്കുകയും ചെയ്യാറുണ്ട്. നമ്മുടെ വ്യക്തിത്വമാകുന്ന വസ്ത്രം പഴകുമ്പോൾ അത് നവീകരിക്കേണ്ടത് ആവശ്യമാണ്. എന്നും പുതിയ സ്നേഹവും പുതിയ അനുഭവവും അറിവും തന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ കൃപയോടുകൂടി ജീവിത നവീകരണം നമുക്ക് നടക്കണം. മനുഷ്യൻ പുറമേ കാണുന്ന നമ്മുടെ വാക്കുകളിലോ പ്രവൃത്തികളിലോ മാത്രം കുറേ മാറ്റം വരുത്തിയിട്ട് നവീകരിച്ചിട്ട് ആന്തരിക ചൈതന്യത്തിലോ മനോഭാവത്തിലോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ പഴയ വസ്ത്രത്തോടൊപ്പം പുതിയ കഷ്ണങ്ങൾ ചേർത്ത് വയ്ക്കുന്ന വൃത്തികെട്ട ഒരവസ്ഥയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. അതുകൊണ്ട് പൗലോസ്ലീഹ എഫേസുസുകാർക്കുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ നമ്മുടെ ആ പഴയ മനുഷ്യനെ അവൻ്റെ എല്ലാ ചെയ്തികളോടും കൂടി ഉരിഞ്ഞ് ദൂരെ എറിയാനും പുതിയ മനുഷ്യ പ്രകൃതിയെ ധരിക്കുവാനും സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.